പ്രിയപ്പെട്ടവരെ കടന്നു വരുമ്പോ ഇന്ന് രാവിലെ ഈ വിനീതന്റെ മുറിയിലിരുന്നു കൊണ്ട് ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഹദീസും ആയത്തുകളും ഇങ്ങനെ കിതാബ് ഇങ്ങനെ നോക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇന്ന് അള്ളാഹു ശപിച്ചിരുന്ന പലിശ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകമാകുന്ന വിപത്തിനെ പറ്റി പറയാമെന്ന് കരുതിയതാണ്. പക്ഷേ ആ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഫോണിലേക്ക് ഒരാള് വിളിക്കുന്നത്. സ്ഥലവും സമയങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു പാവപ്പെട്ട സഹോദരി എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തേ കരയുന്നത്? എന്നോട് പറഞ്ഞു, ഉസ്താദെ, കുറച്ചു മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട സുഹൃത്താകുന്ന സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിനെ വിളിച്ചതിന് ശേഷമാണ് നിങ്ങളെ വിളിക്കുന്നത്. ഒരുപാട് തപ്പിയിട്ടാണ്, ഒരുപാട് പരതിയിട്ടാണ് നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടിയതെന്ന പാവപ്പെട്ട സഹോദരി എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തേ വിളിച്ചത്, എന്തേ കാര്യമെന്ന് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട പെങ്ങൾ ഇങ്ങനെ വല്ലാതെ വാ വിട്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം, നമുക്ക് ദുആ ചെയ്യാമല്ലോ, പരിഹരിക്കാമല്ലോ, അതിൽ നിന്ന് നമുക്ക് മാറിയെടുക്കാമല്ലോ. എന്ത് സങ്കടമാണെങ്കിലും പടച്ച തമ്പുരാൻ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ബോധം അവരുടെ മനസ്സിലേക്ക് കൊടുത്തതിന് ശേഷം എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ, ഞങ്ങൾ 10 മക്കളാണ് ഉസ്താദേ. അതിലെന്റെ അനുജൻ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട അനുജൻ ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ കഞ്ചാവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകമാകുന്ന ആ ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നവരാ. പക്ഷേ ഉസ്താദേ, കഞ്ചാവ് അടിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും എന്റെ പ്രിയപ്പെട്ട അനുജൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ അതിലൊക്കെ സങ്കടപ്പെട്ടിരുന്നു. എന്നെങ്കിലും ആ ചെറുപ്പക്കാരൻ എന്റെ അനുജൻ രക്ഷപ്പെടും, എന്തെങ്കിലും ഈ മാരകമാകുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഉസ്താദ്, ഇതിങ്ങനെ നീണ്ടുപോയി. കഴിഞ്ഞ 1 വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോയി ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട പിതാവിനെ കഞ്ചാവ് അടിച്ചു കൊണ്ടുവന്നിട്ട്, ലഹരി ഉപയോഗിച്ചിട്ട്, കള്ളു കുടിച്ചിട്ട്, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് അവരും അവന്റെ കൂട്ടുകാരും കൂടി എന്റെ ഉപ്പയെ പലതവണ മർദ്ദിക്കുമായിരുന്നു ഉസ്താദേ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പ കഴിഞ്ഞ വർഷം നോമ്പിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ ദിവസം മരണപ്പെട്ടു പോയി ഉസ്താദേ. ഇന്ന് ഞാൻ വിളിക്കണത് എനിക്ക് സങ്കടകരമാകുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണെങ്കിലും പറഞ്ഞോളൂ ഉസ്താദേ. എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിൽ അകളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ജോലി ചെയ്യുന്ന സഹോദരനാ. ഞാനും എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും മാത്രമാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ വീട്ടിലേക്ക് ഇന്നലെ എന്റെ പ്രിയപ്പെട്ട അനുജൻ കടന്നു വന്നിട്ട് ഉസ്താദേ, എന്റെ മുതുകത്തേക്ക് അവൻ ചവിട്ടിയിട്ട് എന്റെ ഡിസ്ക് കംപ്ലൈന്റ് ആയി ഉസ്താദേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേദന സഹിക്കാൻ പറ്റണില്ല, ഞാൻ അതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റ് ആണ്, എനിക്ക് ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പാവപ്പെട്ട പെങ്ങള് എന്നോട് സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്, അതിനുശേഷം മാത്രമേ നിങ്ങൾ ഫോൺ വെക്കാവുള്ളൂ. ഉസ്താദേ, രണ്ടാമതൊരു കുട്ടിയെ ആഗ്രഹിച്ചിരുന്നവളാ ഞാന്, ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാനും ആഗ്രഹിച്ചു പടച്ചവന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട്, അള്ളാഹിന്റെ മുമ്പിൽ എപ്പോഴും ദുആ ചെയ്തിട്ട് അവസാനം ഉസ്താദേ കഴിഞ്ഞ ദിവസം ഞാൻ പ്രഗ്നന്റ് ആയി ഉസ്താദേ. പക്ഷേ ഇന്നലെ എന്റെ പ്രിയപ്പെട്ട അനുജൻ എന്റെ വീട്ടിലേക്ക് കൂട്ടുകാരുമായി കടന്നു വന്ന് കഞ്ചാവടിച്ച് കടന്നു വന്നിട്ട് എന്നെ ദ്രോഹിച്ചപ്പോ എന്റെ വയറ്റത്തേക്ക് എന്റെ അനുജൻ ചവിട്ടിയപ്പോ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി ഉസ്താദേ. ഇനി എന്താണ് എന്റെ പ്രിയപ്പെട്ട എന്റെ മകന് അല്ലെങ്കിൽ എന്റെ മകൾക്ക് എന്താണ് വയറ്റിൽ കിടക്കുന്ന പ്രഗ്നന്റ് ആയിരിക്കുന്ന എന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന് കരുതാൻ പറ്റുന്നില്ല ഉസ്താദേ. എനിക്ക് നീ എന്റെ പൊന്നുമോന്, എന്റെ വയറ്റിൽ കിടക്കുന്ന പൊന്നുമോൾക്ക് ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി, എല്ലാവിധ സംരക്ഷണങ്ങൾക്കും വേണ്ടി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയുടെ ഭാഗത്തുള്ള ഒരു പാവപ്പെട്ട സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയുമ്പോ എന്താണ് കാരണമെന്ന് പറയുന്നത്, അനുജൻ ഉപയോഗിച്ച ലഹരി മരുന്നാണെങ്കിൽ ഇന്ന് പല കുടുംബം എന്റെ പ്രിയപ്പെട്ടവരെ നശിച്ച് നാരാണക്കല്ലെടുക്കുന്ന ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ലഹരിയാണെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ മനോഹരമാകുന്ന വാദിന്റെ മജ്ലിസിൽ എന്റെ പ്രിയപ്പെട്ടവരെ പങ്കെടുത്തുകൊള്ളുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തോ. ഇന്നീ മനോഹരമാകുന്ന വാദിന്റെ മജ്ലിസിൽ എന്റെ പ്രിയമുള്ളവരെ ലഹരിക്കെതിരെ പറയാൻ പോവുകയാണ്, കള്ളിനെതിരെ പറയാൻ പോവുകയാണ്, കഞ്ചാവിനെതിരെ പറയാൻ പോവുകയാണ്, ഹശീഷിനെതിരെ പറയാൻ പോവുകയാണ്.
പറയുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്ന ഹദീസും ആയത്തുകളും എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ പോവുകയാണ്. എത്രയോ പേരാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാഹുവേ അല്ലാഹുവേ ലഹരിയിൽ നിന്ന് കാക്കണേ റബ്ബേ. ലഹരി ഉപയോഗിച്ച് വീടിന്റെ കത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് ഉപ്പയെ തല്ലുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ, ഉപ്പയെ തല്ലുന്ന മക്കളുള്ള കാലഘട്ടമല്ലേ. അൽഹംദുലില്ലാഹ് മാറണം പ്രിയപ്പെട്ടവരെ, മാറണം പ്രിയപ്പെട്ടവരെ, മാറാൻ സമയമായി പൊന്നുമോനെ. അൽഹംദുലില്ലാഹ് ഇതൊരു മാറ്റത്തിനുള്ള മജ്‌ലിസാകട്ടെ, മജ്‌ലിസാകട്ടെ. ഇതുപോലൊരു മജ്‌ലിസ് നമുക്ക് കിട്ടോ, ഇതുപോലൊരു മജ്‌ലിസ് നമുക്ക് കിട്ടോ, ലഹരിക്കെതിരെ പറയുന്ന മജ്‌ലിസ് നമുക്ക് കിട്ടോ. ഇന്ന് സർക്കാരുകൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ അടിക്കട ബാറുകൾ പോലും തുറക്കുന്ന ഈ ഒരു അവസരത്തില് പണ്ഡിതന്മാരല്ലാതെ വേറെ ആരാണ് ചെറുപ്പക്കാരാ? അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി പറയുക, കള്ള് കുടിക്കുന്നവരെ നന്നായി കൊള്ളുക. ഇത് ശ്രമിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് കള്ള് കുടിക്കുന്നുണ്ടെങ്കിൽ അവസാനം ഞാൻ പൊട്ടിക്കരഞ്ഞൊരു ദുആ ചൊല്ലുന്നതാണ്. ആ ദുആ ഉണ്ടല്ലോ, മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കോ പെണ്ണേ. പല ആളുകളുടെയും പരാതിയാണ്, ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉസ്താദേ ഞാൻ സ്നേഹമെന്തെന്ന് അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അല്ലോ പഠിച്ചവരെ, കള്ളിന്റെ ഏറ്റവും വലിയ മൂർധാവിലേക്ക് ഇങ്ങനെ കടന്നു ചെന്നിട്ട് കുടുംബത്തെ ഉപദ്രവിക്കുന്നവരുണ്ട്. റബ്ബേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലോ, കൊടുക്കണേ അല്ലാ. കഞ്ചാവ് വലിക്കുന്നവരുണ്ടോ, സിഗരറ്റ് എടുത്ത് വലിക്കുന്നവരുണ്ടോ, അല്ലാഹുവേ സിറിഞ്ച് കൊത്തുന്നവരുണ്ടോ, മാരകമാകുന്ന വിപത്തിലേക്കാ പോകുന്നത്. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്, ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് പെങ്ങളെ. പലിശ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരകമാകുന്ന വിപത്തിനെ പറ്റിയിട്ട് ഇന്ന് പറയാനിരുന്നതാ. ആ പെങ്ങളെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അറിയാതെ ചങ്ക് പിടച്ചു പോയി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കല്ലിൽ നിന്ന് മാറിക്കോ, ഹറാമിൽ നിന്ന് മാറിക്കോ, ഹശീഷിൽ നിന്ന് മാറിക്കോ, എല്ലാവിധ മോശത്തരത്തിൽ നിന്ന് മാറിക്കോ. ഈമാനുള്ള, ആർജവമുള്ള, ഇസ്സത്തുള്ള, സന്തോഷമുള്ള, അഭിമാനമുള്ള അല്ലാഹുവേ എല്ലാവിധ നിസ്കാരങ്ങളും നമസ്കരിക്കുന്ന തഖ്വയുള്ള മനുഷ്യനായി മാറാൻ പോവുകയാണ്. യാ അല്ലാഹ് ബറക്കത്ത് തരണേ അല്ലാഹ്. നമ്മള് ആദർശബോധമുള്ള ഒരു നല്ലൊരു ചെറുപ്പക്കാരനായി മാറാൻ പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, നമ്മളെ നാലിക്കണം. ഒരു പെങ്ങള് അല്ലെ, ഒരു പെങ്ങള് വിളിച്ച് കരയുക, ഉസ്താദ് എന്റെ ഉപ്പയെ പോലും അവൻ ഉസ്താദ് ആക്രമിച്ചിട്ടുണ്ട്. നമ്മളെ നാലിക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ കള്ള് കുടിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ മാരകമാകുന്ന ഹശീഷ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെ ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മൾ കൂൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഇത് പറയുമ്പോൾ പെങ്ങന്മാര് പറയും, ഉസ്താദെ ഞാൻ എത്ര പറഞ്ഞിട്ടും നന്നാകണില്ല, ഞാൻ എത്ര പറഞ്ഞിട്ടും നന്നാകണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പെങ്ങന്മാർ സ്നേഹത്തോടു കൂടി കേട്ടോ, ഇതിന്റെ അവസാനം ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 10 മണി കഴിയുമ്പോൾ നമ്മളൊരു ഒറ്റ കാര്യം പറയും. കള്ളുകുടിയിൽ നിന്ന് മാറാനായിട്ട് ഒറ്റ കാര്യം പറയും ഇൻഷാ അല്ലാഹ്. അതെന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ നൊമ്പരങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു, കുടുംബത്തിലൊക്കെ മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നപ്പോഴാ ഈ കള്ളെന്ന് പറയുന്ന മഹാമാരി ഇങ്ങനെ അകത്ത് ചെല്ലുമ്പോളാ, കള്ളെന്ന് പറയുന്ന മഹാമാരി അകത്ത് ചെല്ലുമ്പോളാ. അള്ളാഹുവേ പടച്ചവനെ, ലഹരിയിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണേ റബ്ബേ. അല്ലെ, ഇന്നിപ്പം നമ്മുടെ സർക്കാർ പോലും ഇങ്ങനെ ബാറുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക, അല്ലെ സ്കൂളുകൾ ഇങ്ങനെ തുറക്കുന്നത് പോലെ ഇങ്ങനെ ബാറുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇന്ന് അല്ലെ നമ്മളെ നാണിക്കണം, എവിടെന്നെങ്കിലും ഒക്കെ സാധനം ഒപ്പിച്ചിട്ടെന്ന് ഇങ്ങനെ കള്ളു കുടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, 6000-ഓളം ആയത്തുകളുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, 114 സൂറത്തുകളുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഖുർആനുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, ആ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞതെന്തോ,
الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, ചൂതാട്ടം കളിക്കുന്നവരെ, ഹറാം ചെയ്യുന്നവരെ, ഹാൻസ് വെക്കുന്നവരെ, സിഗരറ്റ് വലിക്കുന്നവരെ, ലഹരിയുടെ ഏറ്റവും വലിയ മൂർധാവിലേക്ക് പറന്നു പോകുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആന പറയുന്നത് മുസ്ലിമാണല്ലോ, മുസ്ലിമാണല്ലോ. ഞാനിത് പറയുന്നത് മുസ്ലിമീങ്ങളോടാ, വേറെ ഒരാളോടും എന്നെ പ്രിയപ്പെട്ടവരെ പറയുന്നില്ല. കള്ളു കുടിക്കുന്നവരാരാ, വ്യഭിചരിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ താക്കീത് തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസുർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. അല്ലാഹുവേ, പടച്ചവനെ, കള്ളുണ്ടല്ലോ, ചൂതാട്ടമുണ്ടല്ലോ, ലഹരിയുണ്ടല്ലോ, ഹശീഷുണ്ടല്ലോ, സിഗരറ്റ് ഉണ്ടല്ലോ, കഞ്ചാമുണ്ടല്ലോ, സിറിഞ്ചെടുത്തുകൊണ്ട് കൊത്തുന്നവരുണ്ടല്ലോ, മയക്കുമരുന്നുണ്ടല്ലോ, അതെല്ലാം എന്തെന്നറിയോ? റിജ്സും മിൻ അമലി ശൈത്വാൻ. അത് ശൈത്താന്റെ പ്രവൃത്തിയാ. അവന്റെ മേത്തന്നെ പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരത്തിൽ ശൈത്താന്റെ സാന്നിധ്യമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹ് പറഞ്ഞു തരികയാണ്, എന്തെന്നറിയോ? ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ആരാണ് അതിൽ നിന്ന് വെടിയുന്നത് മോനെ? കള്ളു കുടിക്കാൻ കൂട്ടുകാരെ വിളിക്കുമ്പോ ഈമാനുള്ള തഖ്വയുള്ള ചെറുപ്പക്കാരാ, എനിക്ക് വേണ്ട, എനിക്ക് കള്ള് വേണ്ട, എനിക്ക് ഹറാമ് ചെയ്യണ്ട. ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ട് നീ പൈസ ഇടണ്ടടാ, ഞങ്ങൾ പൈസ എടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ വിളിക്കുമ്പോ അതിലേക്ക് പോകാത്തവനാരാ? ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അവനാണ് ഈമാനുള്ളവൻ, അവനാണ് ഇസ്സത്തുള്ളവൻ, അവനാണ് ഇസ്ലാമുള്ളവന്, അവനാണ് പടച്ച തമ്പുരാന്റെ മലക്കിന്റെ സാന്നിധ്യമുള്ളവന് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ ഈ മനോഹരമാകുന്ന വഅദിന്റെ മജ്ലിസിലേക്ക് കടന്നിരിക്കുന്നവരെ, കാസർഗോഡുള്ളവരെ, മലപ്പുറത്തുള്ളവരെ, എറണാകുളത്തുള്ളവരെ, കൊല്ലത്തുള്ളവരെ, വയനാട്ടിലുള്ളവരെ, തിരുവനന്തപുരത്തുള്ളവരെ, മംഗലാപുരത്തുള്ളവരെ, പല നാട്ടിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്. എല്ലാവരോടും പറയുകയാ, കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്ന് അലമുണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും മക്കളുണ്ടല്ലോ, വീട്ടിലേക്ക് കടന്നു വന്നിട്ട് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അവസാനമുണ്ടല്ലോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. അത് പറയുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ മനസ്സറിഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുവേ, എത്രയോ പാപങ്ങളാണ് കുടുംബജീവിതം പോലും കള്ളുകുടി എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് കൊണ്ട് റബ്ബേ, ത്വലാഖ് എന്ന് പറയുന്ന മാരകമാകുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. അതുകൊണ്ട് എല്ലാവിധ മോശത്തരത്തിൽ നിന്ന്, എല്ലാവിധ തിന്മയിൽ നിന്ന്, എല്ലാവിധ ഹറാമിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തോ, അല്ലാ പടച്ചവനെ, ഇതിൽ നിന്ന് മാറാനുള്ള തൗഫീഖ് തരണേ അല്ലാ. റബ്ബിന്റെ
പിന്നെ മുമ്പിൽ എന്ത് ചെയ്തോ? ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസുറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബുഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഓക്കേ, നിങ്ങൾ അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാനിത് പറയുമ്പോൾ ചിലപ്പോ പല ആളുകൾക്കും സങ്കടമായിരിക്കും, അല്ലേ ഉസ്താദേ ഇതെങ്ങനെ ഉസ്താദെ മാറ്റിയ? കോവിഡിന്റെ സമയത്ത് നമുക്കറിയാം നമ്മുടെ ബിവറേജുകളൊക്കെ ഇങ്ങനെ അടച്ചപ്പോ പല ആളുകളുടെ കൈയൊക്കെ ഇങ്ങനെ വിറച്ചു, അല്ലേ? എങ്ങനെ കുടിക്കുക? പല ആളുകളും നമ്മളൊക്കെ കണ്ടു, സാനിറ്റൈസർ പോലും ആൽക്കഹോൾ ആണല്ലോ, എടുത്തെന്ത് ചെയ്ത് കുടിച്ചൊരവസ്ഥ. അല്ലാഹു ഈമാൻ തരട്ടെ. അവസാനം ഈ വഅദിന്റെ മജ്ലിസിന്റെ അവസാനം ഒരു ഇൻഷാ അല്ലാഹ് ഒരു 10 മണി 10:10 ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളൊരു കാര്യം പറയും. അതെന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് പ്രാവർത്തികമാക്കുക. കള്ളല്ല, കഞ്ചാവല്ല, എന്താണെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റിത്തരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് തെറ്റിന്റെയും അതിന്റെ കാരണക്കാരെന്താ? കള്ളാണ്, കഞ്ചാവാണ്, ലഹരിയാണ്. എന്ത് തെറ്റിന്റെയും അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് എന്താ? കള്ളാണ്. ആദരവാകുന്ന ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, കള്ള് കുടിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകളുടെ കൂമ്പാരമുണ്ടല്ലോ കുതിച്ചു വരുന്നത്. എങ്ങനെയെന്നറിയോ? കള്ളു കുടിക്കുന്നവനെ കേട്ടുകൊള്ളുക, കള്ളു കുടിക്കുന്നവനെ പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ ഈമാന് തരണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാവിധ തിന്മകളുടെ മാതാവാണ് കള്ളുകുടി എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇന്ന് എത്രയോ കൊലപാതകങ്ങൾ കള്ളുകുടി മൂലം നടക്കുമ്പോ അയൽവാസിയുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ ഉണ്ടായതേയുള്ളൂ. കണ്ടില്ലേ, തൃശ്ശൂർ ജില്ലയിൽ കണ്ടില്ലേ, കാസർഗോഡ് നിങ്ങൾ കണ്ടില്ലേ, മലപ്പുറം ജില്ലയിൽ കണ്ടില്ലേ, കോഴിക്കോട് നിങ്ങൾ കണ്ടില്ലേ, സ്വന്തം പൊന്നുമോനെ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പിതാവിനെ തലക്കടിച്ചുകൊണ്ട് കൊല്ലുന്ന കാലഘട്ടം കടന്നു വന്നില്ലേ? കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഉമ്മ വെച്ച ആഹാരത്തിന് രുചിയില്ലെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് കൊന്നുകളഞ്ഞില്ലേ? എവിടാണ് മോനെ? ഈ കേരളത്തിലാണ് ചെറുപ്പക്കാരാ, ആളുകൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും തിങ്ങിപ്പാർക്കുന്ന കേരളത്തിന്റെ മണ്ണിലാണെങ്കിൽ എല്ലാവിധ തിന്മകളുടെയും മാതാവാണ്. റബ്ബേ പുറത്തു തരടേ അല്ലാ. എത്രയോ പേരാ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നത്, എത്രയോ പേരാ ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയക്കുന്നത്, എത്രയോ പേരാ ഗ്രൂപ്പ് അഡ്മിന്മാരെ എന്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നത്. ഉസ്താദേ, കള്ളം എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഞങ്ങളുടെ കുടുംബ ജീവിതം പോലും തകർത്ത് തരിപ്പണമായെന്ന് പറയുമ്പോ യാ അല്ലാഹ്, അങ്ങനെയുള്ള പാപങ്ങൾക്ക് റബ്ബേ നീ തുണയാകണേ നമുക്കൊരു മാറ്റം ഇൻഷാ അല്ലാഹ് വേണം അല്ലെ? എല്ലാ തിന്മകളുടെയും മാതാവാണതെന്ന് പറയണത് കള്ളുകുടി എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. ഞാൻ പറയുന്നു, കള്ളിന്റെ അടുക്കൽ പോലും നമ്മൾ ചെല്ലാൻ പാടില്ല, അല്ലേ? ഇന്നിപ്പോ കൂട്ടുകെട്ട് തന്നെ നമ്മളെ പഠിപ്പിക്കണത്, അല്ലേ? നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല സ്വഭാവം ഉണ്ടാവും, ഉറപ്പല്ലേ? ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയണത് വെറുതെ അല്ല. കാരണം എന്തേ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഇപ്പൊ ഞാൻ ആരുടെ കൂടെയാണോ അതിന് പോണേ, എന്റെ കൂടെ ആരാണോ എപ്പോഴും സഹവസിക്കുന്നത്, അവരും പോലെ ആയിരിക്കും എന്റെ സ്വഭാവം, എന്റേതുപോലെ ആയിരിക്കും ഓരോ സ്വഭാവം, അല്ലെ? അതാ പറഞ്ഞത്, കള്ള് കുടിക്കുന്നവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും കൂടാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്യവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ചിലപ്പോൾ ബിവറേജിൽ ബില്ലടിക്കാനിരിക്കണ ചങ്ങാതിയായിരിക്കും, അവനായിട്ട് നീ കൂടല്ലേ. ബിവറേജിൽ ചിലപ്പോൾ സപ്ലൈ ചെയ്യാനിരിക്കുന്നവനായിരിക്കും, എടാ നീ കൂടല്ലേ. ബിവറേജിൽ എല്ലാവിധ
സപ്ലൈക്കും വേണ്ടിയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ കുടിക്കൂലായിരിക്കും. ചിലപ്പോൾ ബിവറേജിൽ നിൽക്കുന്നവൻ ചിലപ്പോൾ കുടിക്കൂലായിരിക്കും, പക്ഷേ സപ്ലൈ ചെയ്യാനും മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാനും ബില്ലടിക്കാനൊക്കെ ഇരിക്കുന്നവനാണെങ്കിൽ അവനുമായിട്ട് പോലും നീ കൂടാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിൽക്കുന്നവനും വാങ്ങുന്നവനും എടുത്തു വെക്കുന്നവനും സൂക്ഷിച്ചു വെക്കുന്നവനും എല്ലാവരും കുറ്റക്കാരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. നമ്മുടെ ജീവന്റെ ജീവനാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ജീവന്റെ ജീവനാണ് നമ്മുടെ മാതാവ് എന്ന് പറയുന്നത്. കള്ള് കുടിക്കുന്നവരുണ്ടെങ്കിൽ, എടാ നിനക്ക് നിന്റെ ഉമ്മയോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട ചെങ്ങാലിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയോട് കൽബിറ്റുള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ, ഈ ഒരു സംഭവം നിങ്ങൾ കേട്ടോ. ആദരവാകുന്ന ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, കള്ള് കുടിക്കുന്നവനെ പറ്റി പറഞ്ഞതെന്താ? അല്ലാഹു എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ നെട്ടിത്തെറിച്ചു പോയ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബ ഖംറാ സനാ മഅ ഉമ്മിഹി ഫിൽ കൗബതി. ആരെങ്കിലും ഒരാളെന്റെ പ്രിയപ്പെട്ടവരെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവനാരെന്നറിയോ? അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനാ. എവിടെ വെച്ചെന്നറിയോ? ഫിൽ കഅബതി, പരിശുദ്ധമാകപ്പെട്ട കൗബയിൽ വെച്ചെന്ന് നബി തങ്ങൾ പറഞ്ഞു വരുമ്പോ സുബ്ഹാനല്ലാഹ്, റബ്ബേ കാക്കണേ അല്ലാഹ്. ലഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരത്തിലേക്ക് ഞങ്ങളെ നീ വലിച്ചെറിയല്ലേ റബ്ബേ, വലിച്ചെറിയല്ലേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവനവന്റെ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കള്ള് മാത്രമാ മോശം? കള്ള് മാത്രമാ മോശം? ഒരിക്കലുമല്ല. പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദേ സിഗരറ്റ് ഹറാമാണെന്ന് ചോദിക്കാറുണ്ട്, സിഗരറ്റ് അനുവദനീയമാണെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെയൊക്കെ ഇൽമിന്റെ ബഹറാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ പദ്യങ്ങൾ നോക്കിയാൽ തന്നെ ഒരു കിതാബും നോക്കേണ്ടി വരുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് കിതാബുകൾ ഇങ്ങനെ ഹല്ല് ചെയ്ത് ഇങ്ങനെ പഠിച്ചിട്ടാണ് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കണം. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വീടി വലിക്കണതിനെ പറ്റി പറയുന്നുണ്ട്. എന്താ പറയണത്? വീടി വലിക്കണതിനെ പറ്റി പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വിഷയം ഇങ്ങനെ നോക്കുമ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നെട്ടിപ്പോയി. കാരണം ഇബ്ലീസ് മൂത്രം ഒഴിച്ച സ്ഥലത്ത് നിന്നാണ് പുകയില ഉൽപ്പന്നം, പുകയിലയുടെ ആദ്യത്തെ ഉൽപാദനമെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന് അല്ലാഹു മർക്കദ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദം നബിക്കൊരു കുമ്പിടാൻ മടി കാട്ടി, അതിനാലെ തന്നെ ഇബ്ലീസിനെ റബ്ബാട്ടി. റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനെന്ന് പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പീഡിപ്പുകയില മുളച്ചതും എന്നാണ്. ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തുള്ളുന്നു, ഇബ്ലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു. നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. നീ ബീഡി കിട്ടാത്തോട്ടമാ പിന്നെന്ന്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർകദ, ഇൽമിന്റെ ബഹറല്ലേ റബ്ബേ, ഇൽമിന്റെ ബഹറല്ലേ റബ്ബേ എന്ന് കരുനാഗപ്പള്ളിയിലെ തഴവകം എന്ന് പറയുന്ന സ്ഥലത്ത് സ്വർഗീയ രാജകുമാരനെ പോലെ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഉണ്ടല്ലോ. അല്ലാഹുവേ, മഹാന്റെ പൊരുത്തം തരണേ അല്ലോ, മഹാന്റെ മദത് തരണേ അല്ലോ, മഹാന്റെ തിരുനോട്ടം തരണേ അല്ലോ. ആദം നബി
ആര്യക്ക് സുജൂദ് ചെയ്യാൻ എന്ത് ചെയ്തു? അള്ളാഹ് പറഞ്ഞു. ഇബ്ലീസ് കേട്ടില്ല. അള്ളാഹു ആദം നബി എന്നെക്കാട് താഴ്മയുള്ള ആളാ, എന്നെക്കാട് താഴെയുള്ള ആളാ, വലിയ പവറൊന്നും ഇല്ല, അള്ളാഹ് ഞാൻ സുജൂദ് ചെയ്യൂലെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് എന്ത് ചെയ്തു? ഇബ്ലീസിനെ ആട്ടി. ഇബ്ലീസിനെ എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ആട്ടി. ഈ സമയത്ത് അള്ളാഹുവിന്റെ ശാപം ഏറ്റതിന്റെ ഒറ്റ കാരണം കൊണ്ട് ഇബ്ലീസ് എന്ത് ചെയ്തു? അവിടെ വെച്ച് മൂത്രമൊടിച്ചു. ചങ്ങാതിമാരെ, ആ മൂത്രമൊടിച്ച ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്ത് നിന്നാണ് ബീഡി പുകയില മുളച്ചതെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നൂർ അല്ലാഹു മർക്കദ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇബ്ലീസ് മൂത്രമൊഴിച്ച് തള്ളിയ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഈ ബീഡി പുകയില എടുത്തിട്ടാണ് പല ആളുകൾ ഇങ്ങനെ എടുത്തിട്ട് ഉസ്താദേ 2 പഫ് വേണോ, അല്ലെങ്കിൽ വഴി കൂടെ പോണ ആളുകൾ എടുത്ത് പറയും എന്നാ 2 പഫ് വേണം, വലിച്ചോ. അള്ളാന്റെ പള്ളിക്കകത്ത് പോലും ഇരുന്നിട്ട് വലിക്കട എത്ര ചങ്ങാതിമാരാ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിയിൽ ഉസ്താദിലപ്പോൾ റോഡിൽ കൂടെ പോയിരിക്കും, അപ്പോഴും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിക്കണുണ്ടാവും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സിഗരറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ലഹരി തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. കള്ളാണ് നമ്മുടെ വിഷയം, ലഹരിയാണ് നമ്മുടെ വിഷയം, കഞ്ചാവാണ് നമ്മുടെ വിഷയം. ഞാൻ പറയുക, ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി പറയുക, കള്ള് ഒരിക്കലും കുടിക്കരുത്. കാരണം കള്ള് കുടിക്കുന്നവന്റെ ചാരത്ത് പോലും, കള്ള് കുടിച്ച് കബറടക്കിയ ഒരുത്തന്റെ ചാരെ പോലും ഒരാളെ കൊണ്ട് കബറടക്കാൻ പാടില്ലെന്ന് സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കള്ള് കുടിക്കുന്നവന്റെ ചാരെ പോലും ഒരാളെ കൊണ്ട് കബറടക്കാൻ പാടില്ല. ഒരാൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനതാ മരണപ്പെടുകയാണ്. അദ്ദേഹം അതാ വല്ലാതെ സങ്കടപ്പെടുകയാണ്. പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അർഹമുറാഹിമായ കരുണക്കടലായ നീതിമാനായ രാജാതിരാജനായ അല്ലാഹ്, എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കരച്ചിലോടുകൂടി, സങ്കടത്തോടുകൂടി, വിഷമത്തോടുകൂടി പ്രിയമുള്ളവരെ, ആ പൊന്നുമോനെ അതാ വാപ്പയും ബന്ധുക്കളും കൂടി കബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അവസാനം അല്ലാഹ് വീട്ടിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പൊന്നുമോനതാ കടന്നു വരികയാണ്. പൊന്നുമോനതാ കടന്നു വന്നുകൊണ്ട് ഉപ്പയോടതാ സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉപ്പാ സലാം എന്ന് പറയുകയാണ്. ഉടൻ തന്നെ ഉപ്പ എന്റെ പ്രിയപ്പെട്ടവരെ പൊന്നുമോനതാ സലാം അടക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഇതങ്ങ് പറയുമ്പോ ഉപ്പയാ പൊന്നുമോനെ എന്ന് പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുകയാ. ഉപ്പ നിലവിളിക്കുന്നു, റബ്ബേ എന്റെ പൊന്നുമോ വല്ലാത്ത സുന്ദരനായിരുന്നല്ലോ അല്ലാ, ഏത് സമയത്തും നമസ്കരിച്ചവനായിരുന്നല്ലോ അല്ലാ, ഏത് സമയത്തും നോമ്പ് നോറ്റവനാണല്ലോ അല്ലാ, നന്മകളുടെ കൂമ്പാരം ചെയ്തവനായിരുന്നല്ലോ അല്ലാ, മോശത്തരത്തിലൊന്നും പോകാത്തവനായിരുന്നല്ലോ അല്ലാ, നന്മകളെല്ലാം ചെയ്തവനാണല്ലോ അല്ലാ. പിന്നെ എന്ത് കണ്ടു റബ്ബേ എന്റെ പൊന്നുമോന്റെ മുഖമല്ലാ കരിഞ്ഞു പോയല്ലോ. പൊന്നുമോനോട് സങ്കടത്തോടു കൂടി വാപ്പയതാ ചോദിക്കുകയാണ്, ഉള്ള മോനെ എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോ പൊന്നുമോൻ എന്റെ പ്രിയമുള്ളവരെ ഉപ്പയോട് പറയുകയാ, നിങ്ങളെല്ലാവരും എന്നെ കബറടക്കിയല്ലോ, നിങ്ങളെല്ലാവരും എന്നെ കബറടക്കിയിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോയല്ലോ. എന്റെ കബറിന്റെ തൊട്ടപ്പുറത്തുള്ള കബറ് അതാരുടെ എന്നറിയോ ഉപ്പോ? ഉപ്പ പറയുന്നു, ഇല്ല മോനെ. ഉപ്പയോട് പൊന്നുമോനതാ സങ്കടത്തോടു കൂടി പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് കള്ളെന്ന് പറയുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരത്തിലൂടെ, ഏറ്റവും വലിയ മോശത്തരത്തിലൂടെ കടന്നു പോയവനാണ് അവനെന്ന് പറയുന്നത്. അവന്റെ കബറിലേക്ക് ഇങ്ങനെ ഇടക്കിടക്ക് റബ്ബേ നരകത്തിന്റെ തീയുണ്ടല്ലോ, അതിങ്ങനെ കബറിലേക്ക് റബ്ബ് കൊടുക്കുന്നതാണ്. അതിന്റെ കാഠിന്യമായിട്ടോ ഞങ്ങളുടെ കബറുകളിലേക്ക് അതിന്റെ ഒരു അദാബും കൂടി കടന്നു വരുന്നതാണ് ഇപ്പോ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ വ്യഭിചരിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ എന്നെ പ്രിയപ്പെട്ടവരെ മോശത്തരങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലാഹ് അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ. അവനെ കൊണ്ട് കബറടക്കി കഴിഞ്ഞാൽ അവന്റെ പരിസരത്ത് പോലും കബറ് വെട്ടിപ്പോയി കബറ് വിളിക്കല്ലേ. എന്തെന്നറിയോ, ബാക്കിയുള്ള കബറാളികൾക്ക് പോലും ശിക്ഷ അനുഭവിക്കുന്നതാണ്. യാ അല്ലാഹ്
അർഹമുറാഹിമായ കരുണക്കടലായ നീതിമാനായ ദയാലുവായ രാജാധിരാജനായ ഗഫാറായ സത്താറായ ജബ്ബാറായ അല്ലാഹ്, കള്ളുകുടിക്കൊണ്ടൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്, വരുത്തല്ലേ അല്ലാഹ്, വരുത്തല്ലേ അല്ലാഹ് ഈമാൻ നൽകട്ടെ. കള്ളു കുടിക്കുന്നവന്റെ പരിസരത്തെങ്ങാനും ആരെങ്കിലും അടക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, കള്ളു കുടിക്കുന്നവന്റെ ഖബറിന്റെ ചാരെ പോയിട്ട് ആരെങ്കിലും ഒരാൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഖബറടക്കിയാൽ അവന്റെ ഖബറിലേക്ക് പോലും അതിന്റെ അദാബത്തുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി പറയാം, ഒരിക്കലും കള്ളുപയോഗിക്കരുത്. ചങ്ങാതിമാരെ, സ്നേഹത്തോടു കൂടി പറയാം, കള്ളു കുടിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലല്ലേ കഴിഞ്ഞ വർഷം ഒരു ഉമ്മയെ ഭക്ഷണത്തിന് രുചിയില്ലെന്ന് പറഞ്ഞിട്ടാ ഒരു പൊന്നുമോൻ ഒരു ഉമ്മയെ എന്ത് ചെയ്ത് തലയ്ക്ക് ഇങ്ങനെ പിടിച്ചിടിച്ചത്. ആ ഉമ്മ മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. നോക്കി നിങ്ങൾ, എത്രയോ മുസ്ലിമീങ്ങൾ അല്ലേ ഉപ്പയെ സ്വത്തിന്റെ പേര് പറഞ്ഞിട്ട് കള്ളു കുടിച്ച് വന്നിട്ട് എന്ത് ചെയ്യുന്നു അല്ലേ, അടിക്കുന്നു, അങ്ങനെ കൊലപ്പെടുത്തുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ഞാൻ നിർത്താൻ, ഇതും കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആ ഒരു ടിപ്പും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചവൻ, എനിക്കൊരാഗ്രഹമുണ്ട് റബ്ബേ, ഇക്കൊല്ലം ഹജ്ജിന് വന്ന ആളുകളിൽ നിന്ന് ആരുടെയൊക്കെ ഹജ്ജ് റഹ്മാനെ നീ സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. അല്ലേ? ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ നിങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഇക്കൊല്ലം പടച്ച തമ്പുരാനെ, ഇക്കൊല്ലം ഹജ്ജിന് വന്നവരിൽ നിന്ന് എത്രയോ പേരുടെ ഹജ്ജ് നീ സ്വീകരിച്ചിട്ടില്ല, അതൊന്ന് എനിക്ക് അറിയിച്ചു തരണമെന്ന് ആര് ദുആ ചെയ്തു? ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ നിങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തിട്ട് ബഹുമാനപ്പെട്ടവർ വീട്ടിൽ ഇങ്ങനെ പോയി കിടക്കുമ്പോൾ രാത്രി അള്ളാഹ് അറിയിച്ചു കൊടുത്തു സ്വപ്നത്തിൽ, തങ്ങളെ ബൽഹയിലുള്ള മുഹമ്മദ് ബിൻ ഫാറൂൻ എന്ന് പറയുന്ന ആളുടെ ഹജ്ജിനെ സ്വീകരിച്ചിട്ടില്ല. ബൽഹയിലുള്ള മുഹമ്മദ് ബിൻ ഫാറൂൻ എന്ന് പറയുന്ന ആളുടെ ഹജ്ജിനെ സ്വീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഫാറൂൻ തങ്ങൾ, എന്നെ പ്രിയപ്പെട്ടവർ, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അതാ ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ്, ഇക്കൊല്ലം ഒരുപാട് പേര് ഹജ്ജിന് വന്നല്ലോ അല്ലാഹ്, അതിന് ആരുടെയൊക്കെ ഹജ്ജ് അല്ലാഹ് നീ സ്വീകരിച്ചിട്ടില്ല എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അല്ലാഹ് അറിയിച്ചു കൊടുക്കുകയാണ്, തങ്ങളെ ബൽഹയിലുള്ള മുഹമ്മദ് ബിൻ ഫാറൂൻ എന്ന് പറയുന്ന ആളുടെ ഹജ്ജ് ഉണ്ടല്ലോ, ഞാനതാ സ്വീകരിച്ചിട്ടില്ല തങ്ങളെ. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അതാ പുറപ്പെടുകയാണ്, ബൽഹയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, ആരാ മുഹമ്മദ് ബിൻ ഫാറൂൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോ അവിടുള്ള എല്ലാവരും എന്നെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹമുണ്ടല്ലോ ഏത് സമയത്തും പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാ. അദ്ദേഹം ഏത് സമയത്തും കഅബയിലിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളുണ്ടല്ലോ പരിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് മുഹമ്മദ് ബിൻ ഫാറൂനെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, റബ്ബേ, നിങ്ങളാണോ മുഹമ്മദ് ബിൻ ഫാറൂൻ എന്ന് പറയുന്ന ആള് നിങ്ങളാണോ? ഇതങ്ങ് കേൾക്കുമ്പോ മുഹമ്മദ് ബിൻ ഫാറൂൻ അതാ പറയുകയാണ്, ഞാനാണത്. നിങ്ങൾ മാലിക് ഇബ്നു ദീനാറല്ലേ? മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുകയാണ്, എങ്ങനെയാണ് മോനെ എന്നെ മനസ്സിലായതെന്ന് ചോദിക്കുമ്പോ എനിക്ക് നിങ്ങളെ മനസ്സിലായി തങ്ങളെ. എന്നെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാനുമെന്ന് ആളല്ലേ എന്ന് ചോദിക്കുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളതാ ചോദിക്കുന്നു, മോനെ നിനക്ക് എങ്ങനെ എന്നെ മനസ്സിലായത്? ഞാന് നിന്നോട് ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലെന്ന് പറയാൻ വന്ന ആളാണെന്ന് എങ്ങനെ മനസ്സിലായത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഫാറൂൻ പറഞ്ഞു,
എല്ലാ കൊല്ലം ഇങ്ങനെ തങ്ങൾ, എല്ലാ കൊല്ലം ഇങ്ങനെ 10 കൊല്ലമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നു. ഈ 10 കൊല്ലവും ഓരോ ആളുകളും ഇതുപോലെ കടന്നു വന്നിട്ട് എന്നോട് പറയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല, ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലെന്ന്. ബഹുമാനപ്പെട്ടവർ നെട്ടിപ്പോയി. 10 കൊല്ലമായിട്ട് ഹജ്ജ് സ്വീകരിച്ചില്ലേ, അതിന്റെ കാരണം എന്ത്? എന്നോടൊന്നും പറയുമോ നീ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തുടങ്ങി, തങ്ങളെ ഞാൻ വല്ലാതെ കള്ളു കുടിക്കുന്നവനാ തങ്ങളെ, ഞാൻ വല്ലാതെ കള്ളു കുടിക്കുന്നവനാ തങ്ങളെ. അങ്ങനെ ഞാൻ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഞാനേറെ സ്നേഹിച്ച ഉമ്മയുണ്ടല്ലോ, എന്നെ വല്ലാതെ കുറ്റപ്പെടുത്തി തങ്ങളെ. ഇനി കള്ളു കുടിച്ച് വീട്ടിലേക്ക് കടന്നു വന്നാൽ എന്റെ വീട്ടിലേക്ക് കേറ്റൂല എന്ന് പോലും എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്നോട് പറഞ്ഞു തങ്ങളെ. ഇതങ്ങ് കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ എന്നോട് ചൂടായപ്പോ, കള്ളു കുടിച്ചുകൊണ്ട് എന്റെ ഉമ്മയുണ്ടല്ലോ ഞാൻ എന്റെ വീടിന്റെ അകത്തിട്ട് പൂട്ടുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്റെ ഉമ്മയെ ഞാനാ വീടിന്റെ അകത്തിട്ട് കത്തിച്ചു കളഞ്ഞു തങ്ങളെ. എന്റെ ഉമ്മയതാ നിലവിളിക്കുകയാണ്, എന്റെ ഉമ്മയതാ പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നുമോനെ എന്നെ രക്ഷിക്കണമെടാ, വേദനിക്കുന്നടാ, നിന്റെ ഉമ്മിച്ചാക്ക് വേദനിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ എന്റെ കള്ളിന്റെ പിടുത്തമുണ്ടല്ലോ എന്റെ തലയിൽ നിന്ന് മാറി തങ്ങളെ. ഞാൻ നോക്കുമ്പോ എന്റെ ഉമ്മ ഇങ്ങനെ കത്തിക്കരിയുകയാണ്, എന്റെ ഉമ്മ കത്തിക്കരിയുകയാണ്. എന്റെ കള്ളിന്റെ ബോധമതാ എന്റെ തലയിൽ നിന്ന് പോയപ്പോ എനിക്ക് മനസ്സിലായി, റബ്ബേ ഞാൻ എന്റെ ഉമ്മയെ കത്തിച്ചു കളഞ്ഞല്ലോ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്നെ നിയന്ത്രണം വിട്ടുപോയി തങ്ങളെ. ഞാൻ എന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് നോക്കുമ്പോ ഒരു മൂർച്ചയേറിയ കടാരി ഇരിക്കുന്നുണ്ട്. ആ മൂർച്ചയേറിയ കടാരി കൊണ്ടല്ലോ ഞാനതിങ്ങനെ എടുത്തിട്ട് എന്റെ വലത്തെ കൈയുണ്ടല്ലോ അത് ഞാനങ്ങ് മുറിച്ചു കളഞ്ഞു തങ്ങളെ. ഇതങ്ങ് കാണുമ്പോ റബ്ബേ എന്റെ ഉമ്മയതാ ഈ കുണ്ടാരത്തിൽ കിടന്നു കണ്ട് കരയുകയാ. മോനെ നീ എന്നെ എത്ര കത്തിച്ചോട്ടെ മോനെ, നീ എന്നെ എത്ര ഉപദ്രവിച്ചോട്ടെ മോനെ, എന്നെ കൊന്നു കളഞ്ഞാലും എനിക്ക് പൊരുത്തമില്ല, കുഴപ്പമില്ല. എന്നാൽ നിന്റെ കയ്യതാ മുറിച്ചു കളയുന്നത് മോനെ എനിക്ക് സഹിക്കുന്നില്ല മോനെ എന്നതാ പൊന്നുമ്മയതാ നിലവിളിക്കുമ്പോ കള്ളല്ലേ 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 പ്രശ്നമെന്ന് പറയുന്നത്. എത്രയോ തൊലാഖിന്റെ അവസരം പോലും കള്ള് കാരണമുണ്ടായെന്ന് പറയുമ്പോ ഒരു മാറ്റം വേണം ചെറുപ്പക്കാരാ, ഒരു മാറ്റം വേണം ചെറുപ്പക്കാരാ. കള്ള് പിടിച്ചു വന്നുകൊണ്ട് ഭാര്യയെ തല്ലുന്നവരെ, കള്ള് പിടിച്ചു വന്നുകൊണ്ട് ഉമ്മയെ തല്ലുന്നവരെ, കള്ള് പിടിച്ചു വന്നുകൊണ്ട് ഉപ്പയെ കൊല്ലുന്നവരെ, കള്ള് പിടിച്ചു വന്നുകൊണ്ട് മാതാപിതാക്കളെ തെറി പറയുന്നവരെ, കള്ള് പിടിച്ചു കൊണ്ടുവന്ന് സമുദായത്തെ പറയിപ്പിക്കുന്നവരെ, കള്ള് പിടിച്ചു വന്നുകൊണ്ട് കൂട്ടുകാരെ തെറി പറയുന്നവരെ, മരിക്കണ്ടേ. അതുകൊണ്ട് മാറാനുള്ള അവസരം പറയുകയാണ്. ഇതിൽ നിന്ന് മാറണോ, കള്ളുകുടിയിൽ നിന്ന് മാറണോ, ഹറാമിൽ നിന്ന് മാറണോ, വ്യഭിചാരത്തിൽ നിന്ന് മാറണോ, ഹശീഷിൽ നിന്ന് മാറണോ, എല്ലാവിധ തിന്മകളിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മാറണമെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നീ എന്നും നീ കരുതിക്കൊള്ളുക. ഞാൻ ഹബീബായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സലാത്ത് ചൊല്ലിക്കോ. അതിലൂടെ കൽബ് നന്നാക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. ആരെങ്കിലും ഒരാൾ എന്നെ പ്രിയപ്പെട്ടവരെ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞോ അൽഹംദുലില്ലാഹ് ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, കള്ളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്, ഹൃദയത്തിൽ ഈമാൻ ആവേശം കടന്നു വരുന്നതാ, എല്ലാവിധ പരദീസകളും കടന്നു വരുന്നതാണ്. അല്ലാഹുവേ സ്വലാത്ത് ചൊല്ലാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്.